നമസ്കാരം ഡോക്ടർ മോഹൻ വർഗീസ്. നമുക്കാദ്യം ഈ പശ്ചിമേഷ്യയിൽ നിന്നുള്ള ചില കാര്യങ്ങളിലേക്ക് പോകാം. അവിടെ ഈ ഗോലാൻ കുന്നുകളിലെ ഇപ്പോൾ ജൂത കുടിയേറ്റം ആരംഭിച്ചിരിക്കുകയാണ്. 11 ദശലക്ഷം ഡോളറിൻ്റെ കുടിയേറ്റ പദ്ധതിക്കാണ് സർക്കാർ അംഗീകാരം നൽകിയിരിക്കുന്നത്. നമ്മൾ ഒരു കാര്യം ഓർക്കണം, 1967 മുതൽ ഇസ്രായേൽ കൈവശം വയ്ക്കുന്ന ഗോലാൻ കുന്നുകളിലാണ് ഇപ്പോൾ ജൂത കുടിയേറ്റം. ഇത് എത്രത്തോളം കാര്യങ്ങളിലേക്കായിരിക്കും മുമ്പോട്ട് പോവുക? ഈ ഭൂമിയുടെ മിക്ക ഭാഗങ്ങളും ഒരു സമയത്തല്ലെങ്കിൽ മറ്റൊരു സമയത്ത് ഒരു വിഭാഗം ജനങ്ങൾ കുടിയേറി ജീവിച്ച് അവരുടെ ആവാസ വ്യവസ്ഥയായി മാറ്റിയെടുത്ത സ്ഥലങ്ങളാണ്. നൂറ്റാണ്ടുകൾ കൈവശം വെക്കുമ്പോൾ അത് അവരുടേതായി മാറുന്ന ഒരു അന്തരീക്ഷമാണ്. ഒരുപക്ഷെ ഈ കാര്യം മനസ്സിൽ വെച്ചുകൊണ്ടാവാം ഇസ്രയേലിൻ്റെ കുടിയേറ്റ പദ്ധതി അവർ ആവിഷ്കരിച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ബൈബിളിലെ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 15-ാം അധ്യായത്തിൽ പറയുന്ന അബ്രഹാമിന് ദൈവം നൽകിയ വാഗ്ദത്ത ഭൂമി, അതിൻ്റെ വിശാല അതിരുകൾ ഈജിപ്തിലെ നദികൾ മുതൽ മെസപ്പൊട്ടേമിയയിലെ നദികൾ വരെ, അതായത് നൈൽ നദീതടം മുതൽ യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദീതടം വരെയുള്ള പ്രദേശത്തിൻ്റെ ഒക്കെയും നിയന്ത്രണം എന്നത് മാത്രമല്ല, ഇതെല്ലാം തന്നെ വിശാല വാഗ്ദത്ത ഭൂമിയാണ്. ഈ ഗോലാൻ കുന്നുകൾ ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ പലസ്തീൻ മണ്ണിൻ്റെ ഒരു ഔട്ട്റീച്ച് ഏറിയാണ്. അപ്പോൾ ഇതെല്ലാം തന്നെ വിശ്വാസപരമായി തങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് എന്ന ഒരു ധാരണ, ഒന്നുകിൽ ധാരണ അല്ലെങ്കിൽ മിഥ്യാധാരണ ഇസ്രായേലിനുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് 67 യുദ്ധം, സാർ സൂചിപ്പിച്ച 1967 6 ഡേ വാർ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു സൈനിക വിജയമായിരുന്നു. ആ സൈനിക വിജയം ഇസ്രായേൽ കൺസോളിഡേറ്റ് ചെയ്തത് ഗോലാൻ കുന്നുകൾ, അന്ന് സിറിയയിൽ നിന്നും പിടിച്ചെടുത്ത ഗോലാൻ കുന്നുകൾ കൈവശം വെച്ചുകൊണ്ടാണ് അത് ആഘോഷിച്ചത്. അതേസമയം ഈജിപ്തുമായി സന്ധി ചെയ്തു, സീനായ് മരുഭൂമി പിടിച്ചെടുത്തു, അത് വിട്ടുകൊടുത്തു. 1978 ക്യാമ്പ് ഡേവിഡ് ഉടമ്പടിയെ തുടർന്നുകൊണ്ട് 79 കഴിഞ്ഞപ്പോൾ സീനായ് മരുഭൂമി ഇസ്രായേൽ വിട്ടുകൊടുത്തു. പക്ഷേ ഗോലാൻ കുന്നുകൾ കൈവശം വെച്ചു. ഗാസ എന്നതും ഈജിപ്തിൽ നിന്നും പിടിച്ചെടുത്ത പ്രദേശമാണ്. ഗാസ കൈവശം വെച്ചു. അതുപോലെ ജോർദാനിൽ നിന്നും പിടിച്ചെടുത്ത വെസ്റ്റ് ബാങ്ക്, ജോർദാൻ നദിയുടെ പടിഞ്ഞാറൻ തീരം, അത് കൈവശം വെച്ചു എന്നത് മാത്രമല്ല, അവിടെ അറബ് ജനതയെ, പലസ്തീനിയൻ ജനതയെ അധിവസിപ്പിക്കുന്ന ഒരു നയം. ആ ജനതയുടെ മധ്യത്തിലേക്ക് ചില കോൺക്ലേവുകൾ, ചില കിബുട്സ് സ്ഥാപിച്ചുകൊണ്ട് ഇസ്രായേൽ അവിടുത്തെ എക്സ്പാൻഷനും കംപ്ലീറ്റ് ആക്കുന്ന ഒരു കാഴ്ചയാണ്. അതുകൊണ്ടൊരു വിശാല എക്സ്പാൻഷനിസ്റ്റ് പോളിസിയുടെ ഭാഗമാണ് ഗോലാൻ കുന്നിലെ ഇപ്പോഴത്തെ നീക്കം. ഏറ്റവും അനുകൂല അന്തരീക്ഷമാണ് സിറിയയിൽ ഉണ്ടായ ഭരണമാറ്റം. അപ്പോൾ HTS മിലിഷ്യകൾ അതിൽ മാത്രം ആഘോഷിക്കുകയും അല്ലെങ്കിൽ ആ ഭരണമാറ്റം ആഘോഷിക്കുന്ന ഒരു ആലസ്യം മുതലെടുത്തുകൊണ്ട് ആയുധപ്പുരകൾ തകർക്കുക, പ്രദേശം പിടിച്ചെടുക്കുക. 2 പ്രദേശം ഇസ്രായേൽ കൈവശം തന്നെ ആയിരുന്നു. ബാക്കിയുള്ള 1 പ്രദേശം പിടിച്ചെടുക്കുകയും അതിന് ചുറ്റും ഒരു ബഫർ സോൺ ഉണ്ടായിരുന്ന പ്രദേശം കൂടി കൈവശപ്പെടുത്തുന്ന ഒരു കാഴ്ച. ദമാസ്കസ് നഗരത്തിൻ്റെ ഏതാണ്ട് 25 കിലോമീറ്റർ അകലെ വരെ ഇസ്രായേലിലെ സൈനിക സാന്നിധ്യം വ്യാപിപ്പിക്കുക വഴി ഇസ്രായേൽ നയം വ്യക്തമാക്കുകയാണ്. ഇനിയിപ്പോൾ അത് തിരിച്ചു കൊടുക്കുമെന്ന ഒരു പ്രതീക്ഷ ഇല്ല. സിറിയയിലെ പുതിയ ഭരണകൂടം ദുർബലമാണ് എന്നും കൂടെ ഓർക്കണം. അതിനെ ആരാണ് നയിക്കുന്നത് എന്നത് വളരെ പ്രസക്തമാണ്. ഇസ്രായേലുമായി ഇപ്പോൾ ഒരു പരിധിവരെ കഴിഞ്ഞ 2 ദിവസത്തിനുള്ളിൽ നടന്ന പ്രസ്താവനകൾ ഒരു സൂചനയാണെങ്കിൽ സിറിയ കളം മാറി ചവിട്ടുന്നു. അതായത് ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും അദൃശ്യ സാന്നിധ്യം ഉണ്ടായിരുന്നു ഭരണമാറ്റത്തിൻ്റെ പിന്നിൽ. ഇപ്പോൾ പുതിയതായി അധികാരത്തിൽ വന്ന അൽ ഷാം പാർട്ടി, അൽ ഷാം മൂവ്മെൻറ്റ്, HTS മൂവ്മെൻറ്റ്, അതിൻ്റെ വിശാല അർത്ഥത്തിൽ ആ മൂവ്മെൻറ്റ് നിലനിൽക്കണമെങ്കിൽ അതിൻ്റെ വിശാല അർത്ഥമായ അൽ ഷാം നടപ്പിലാക്കണം. അത് സിറിയയും ഇസ്രയേലും ലെബനനും എല്ലാം ഗോലാൻ കുന്നുകൾ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളുടെ ഒരു വിശാല ഭൂമികയാണ് അൽ ഷാം. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ അവർ തൽക്കാലത്തെ ആലസ്യത്തിന് ശേഷം ഇസ്രയേലുമായി ഏറ്റുമുട്ടൽ ഉണ്ടായില്ലെങ്കിൽ പോലും ശക്തമായ ചില പ്രസ്താവനകളെങ്കിലും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇസ്രയേൽ ഇപ്പോൾ അവരുമായി വിലപേശാൻ വേണ്ടി പിടിച്ചു വെക്കുന്ന പ്രദേശമാണ്. ഒരുപക്ഷെ അത് പെർമനൻ്റായി ഇസ്രായേലിൻ്റെ കൈവശം ഇരിക്കാനും സാധ്യതയുണ്ട്. ഗോലാൻ കുന്നുകളുടെ പൂർണ്ണ നിയന്ത്രണം.
ഈ ട്രംപ് കൂടി അധികാരത്തിൽ വന്നിരിക്കുന്ന സ്ഥിതിക്ക് ഈ ഇത്തരത്തിലുള്ള ഒരു കുടിയേറ്റം എന്ന് പറയുന്നത് പിന്നെ ഇസ്രായേലിന് ഒന്നുകൂടെ ഒരു ശക്തിയാണല്ലോ. ട്രംപ് എൻഡോഴ്സ് ചെയ്യുകയാണ് ഗോലാൻ കുന്നുകളുടെ മേലുള്ള ഇസ്രായേലിന്റെ നിയന്ത്രണം. ട്രംപ് ഈസ് എൻഡോഴ്സിങ് ഇറ്റ്. ഒരിക്കലും ട്രംപ് പറഞ്ഞിട്ടില്ല ഗോലാൻ കുന്നുകളിൽ നിന്ന് ഇസ്രായേൽ പിൻവാങ്ങണം എന്ന് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിട്ടില്ല. അത് മാത്രമല്ല, ജെറൂസലമിനെ ഇസ്രായേലിന്റെ തലസ്ഥാനമായി അംഗീകരിക്കാൻ അന്ന് കാട്ടിയ, ട്രംപ് അന്ന് ഭരണാധികാരിയായിരുന്നപ്പോൾ കാട്ടിയ ആ ഒരു ധൈര്യം അത് തുടരുക എന്നത് തന്നെയാണ്. അതുകൊണ്ട് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ട്രംപിന്റെ വരവ് ഗോലാൻ കുന്നുകളുടെ അധിനിവേശം എന്ന വാക്ക് പറയാനാവുമോ, പിടിച്ചെടുക്കൽ എന്നതാണോ, താൽക്കാലിക കൈവശപ്പെടുത്തൽ എന്നതാണോ, അത് നോമൻക്ലേച്ചർ വ്യത്യാസപ്പെടും. അല്ലെ, മുമ്പ് കൈവശം ഇരുന്നതല്ലേ, അപ്പോൾ കൈവശം ഇരുന്നതിന്റെ ബാക്കി ഭാഗം പിടിച്ചെടുത്തു. ഇപ്പോൾ പിടിച്ചെടുത്തു, ഇപ്പോൾ അതും കൈവശമായി. കൈവശം പൂർണ്ണമായും കൈവശമായി. അല്ലെ, ഹെബ്രോൺ കുന്നുകൾ ഉൾപ്പെടെ, ഹെർമോൺ കുന്നുകൾ ഉൾപ്പെടെ കൈവശമായി കഴിഞ്ഞു. അപ്പം യഥാർത്ഥത്തിൽ ഇതൊന്നും കൈവശം എന്ന് പറഞ്ഞാൽ ഈ ഗോലാൻ കുന്നുകളുടെ ഒരു ഭൂമി നോക്കിക്കഴിഞ്ഞാൽ പാറക്കെട്ടുകൾ, ഊഷരഭൂമി, അവിടെ ഇവിടെ ആപ്പിൾ അല്ലെങ്കിൽ ഇന്തപ്പഴം ഇതെല്ലാം വളരുന്നുണ്ട്, ഇല്ലെന്നല്ല, ചെറിയ ട്രീസ് ഒക്കെ വളരുന്നുണ്ട്. പക്ഷെ അതിൻ്റെ ഒരു സ്ട്രാറ്റജിക് ലൊക്കേഷൻ ഈ ഒരു പീഠഭൂമിയാണ്. 1700 മീറ്ററോളം ഒക്കെ ഉള്ള ഒരു പീഠഭൂമിയാണ്. ഈ പീഠഭൂമിയുടെ മേൽ നിയന്ത്രണമുണ്ടെങ്കിൽ ചുറ്റുപാടും ലെബനൻ മുഴുവൻ നിരീക്ഷിക്കാൻ സാധിക്കും. സിറിയയുടെ പടിഞ്ഞാറൻ തെക്കൻ മേഖലകൾ നിരീക്ഷിക്കാൻ സാധിക്കും. ഇത് വളരെ തന്ത്രപ്രധാനമായ കാര്യമാണ്. കിഴക്ക് നിന്ന് വരുന്ന സൈന്യങ്ങൾ ആ ഭാഗം കടന്നാണ് വരുന്നത്. ഒന്നുകിൽ ജോർദാൻ വഴി വരണം, അല്ല എങ്കിൽ ഗോലാൻ കുന്നുകളുടെ ഭാഗം കടന്നു വരണം, അല്ല എങ്കിൽ ലെബനനിൽ പ്രവേശിച്ച് അവിടുന്ന് വടക്കും തെക്കോട്ട് വരണം. അങ്ങനെയാണ് ഇസ്രായേൽ ചരിത്രപരമായി നെബൂഖദ്നേസറിന്റെ കാലത്തുള്ള ഈജിപ്തിൽ നിന്നും വന്ന, അല്ലെങ്കിൽ മധ്യപൗരസ്യ പ്രദേശത്തിൻ്റെ ഈ യൂഫ്രട്ടീസ് ടൈഗ്രീസ് തടമാണ്. അത് ഒരു സമയത്ത് പേർഷ്യൻ ആണ്, ഒരു സമയത്ത് അസീറിയൻ ആണ്, അല്ലെങ്കിൽ സുമേറിയൻ, അസീറിയൻ എന്നൊക്കെ പറയുന്ന ഒരേ പ്രദേശം തന്നെയാണ്. ആ പ്രദേശത്തു നിന്ന് വരുന്ന ശൽമനേശ്വറിന്റെ ആക്രമണം, നെബൂഖദ്നേസറിന്റെ ആക്രമണം, ഇതെല്ലാം വന്ന ഒരു രീതി നോക്കുമ്പോൾ ആ പ്രദേശങ്ങൾ മുഴുവൻ തന്നെ ഇസ്രായേലിന്റെ വടക്ക്, കിഴക്ക്, തെക്ക് കിഴക്ക് പ്രദേശങ്ങളെല്ലാം തന്നെ സീൽ ചെയ്യുകയും പടിഞ്ഞാറ് സമുദ്രമാണ്. അപ്പം അങ്ങനെ ഇസ്രായേൽ വാണ്ട്സ് ടു ഇൻസുലേറ്റ് ഇറ്റ്സെൽഫ് ജിയോഗ്രാഫിക്കലി ഫ്രം ദ മറോഡിങ് ആർമീസ് ഫ്രം ഔട്ട്സൈഡ്. ഈജിപ്തിൽ നിന്നൊരു സൈനിക നീക്കം പ്രതീക്ഷിക്കുന്നില്ല. അതുകൊണ്ട് ഈ സൈനായ് മരുഭൂമിയിലൂടെ, നെജേവ് ഡെസേർട്ടിലൂടെ ഈജിപ്ത് സൈന്യം ഇരച്ചു കയറുമെന്ന് ഇസ്രായേൽ പ്രതീക്ഷിക്കുന്നില്ല. മെഡിറ്ററേനിയൻ കടലിൽ നിന്നും പടിഞ്ഞാറ് കടൽ വഴിയുടെ ആക്രമണം ഇസ്രായേൽ പ്രതീക്ഷിക്കുന്നില്ല. ഇപ്പോൾ ലെബനൻ ഏതാണ്ട് വെടിനിർത്തൽ കരാറായി. ലെബനിൽ നിന്നാണ് ഏറ്റവും വലിയ ഭീഷണി വന്നത്, ഹിസ്ബുള്ളയിൽ നിന്നും. അത് ഒരു പരിധി വരെ ഇപ്പോൾ നള്ളിഫൈ ചെയ്ത് കഴിഞ്ഞു. പിന്നീട് വരേണ്ടത് വടക്ക് കിഴക്കുള്ള സിറിയയിൽ നിന്നോ കിഴക്ക് ഭാഗത്തുള്ള ജോർദാനിൽ നിന്നോ ആണ്. ജോർദാനെ വല്ലാതെ പേടിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. ജോർദാൻ അനങ്ങില്ല. പിന്നെ ഉള്ളത് സിറിയയാണ്. സിറിയ അസ്ഥിരപ്പെട്ടാൽ അവിടുന്ന് നിരന്തരമായി പല രീതിയിലുള്ള ആക്രമണങ്ങൾ വരാം. അതുകൊണ്ട് ഇസ്രായേലും സിറിയയും തമ്മിലുള്ള അതിർ മേഖലയാണ് ഈ പറയുന്ന ഗോലാൻ കുന്നുകൾ. അതിൻ്റെ പൂർണ്ണ നിയന്ത്രണം ഇനിയിപ്പോൾ ഇസ്രായേൽ വിട്ടുകൊടുക്കുമെന്ന് കരുതാനേ ആവില്ല. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഈ കിട്ടുന്ന എവിടെയായാലും അത് കനകം വിളയിക്കുന്ന ഒരു രീതിയാണ് നമ്മൾ മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടുള്ളത്. തീർച്ചയായിട്ടും അത് തന്നെയായിരിക്കും ഇനി ഇപ്പോൾ ഇവിടെയും സംഭവിക്കാൻ പോകുന്നത്. മരുഭൂമിയെ മലർവാടിയാക്കി മാറ്റിയെടുക്കുക എന്നത് ഇസ്രായേലിൻ്റെ നയമാണ്. ഡ്രിപ്പ് ഇറിഗേഷൻ, ലോകത്തെ ഏറ്റവും വലിയ ഡ്രിപ്പ് ഇറിഗേഷൻ പ്രോജക്റ്റുകൾ ഇസ്രായേലാണ്. ഇസ്രായേലിൻ്റെ മണ്ണ് ഊഷരഭൂമിയാണ്. അവിടെയൊക്കെ വെള്ളത്തിൻ്റെ വലിയ ഷോർട്ടേജാണ്. അവിടെയൊക്കെ വളരുന്ന പച്ചക്കറിയും പഴവർഗ്ഗങ്ങളും കാണണം. അതുകൊണ്ട് ഗോലാൻ കുന്നിലും വലിയ തോതിൽ സെറ്റിൽമെൻറ്റ്, ഒന്ന് ഇസ്രായേലി ജനതയെ സെറ്റിൽ ചെയ്യാൻ ഉള്ള ഒരു എക്സസ് പോപ്പുലേഷനെ വിന്യസിക്കാൻ ഭൂമി ആവശ്യമുണ്ട്. ആ ഭൂമിയുടെ ഒരു 1,00,000-ൽ പരം ആളുകളെ വിന്യസിക്കാമെന്നുള്ള പ്ലാനാണ് ഇപ്പം ഒരുങ്ങുന്നത് ഗോലാൻ കുന്നുകളിൽ. അതാണ് എപ്പോഴും ഇസ്രായേൽ പോളിസി എന്ന് പറയുന്നത്. കണ്ണായ സ്ഥലങ്ങൾ കണ്ടെത്തി അവിടെ സെറ്റിൽമെൻറ്റ് സ്ഥാപിക്കുക, എന്നിട്ട് ആ സെറ്റിൽമെൻറ്റ് വിസ്തൃതമാക്കുക. അങ്ങനെ അവിടെ താമസിക്കുന്ന ആളുകൾ പതിയെ ഊഷരഭൂമികളിലേക്ക് പിൻവാങ്ങും. ഇത് തന്നെയാണ് ഗസയിൽ സംഭവിച്ചതും, അല്ലെങ്കിൽ വെസ്റ്റ് ബാങ്കിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും. ഇതേ സെറ്റിൽമെൻറ്റ് പോളിസിയാണ്. അതാണ് ഇസ്രായേലിൻ്റെ എക്സ്പാൻഷനിസ്റ്റ് പോളിസി എന്ന് പറയുന്നത്. സിറിയയെ സംബന്ധിച്ചിടത്തോളം അത് ഏതാണ്ടൊരു അസ്ഥിരപ്പെട്ട് വരുന്ന സാഹചര്യമാണല്ലോ ഉള്ളത്. അപ്പം ഇസ്രായേലിന് ഇതെല്ലാം അനുകൂല ആയിട്ടുള്ള ഘടകമായി മാറുകയും ചെയ്യും. ഇസ്രായേലിന് കഴിഞ്ഞ ഒരാഴ്ച മുൻപ് വരെ നല്ല കാലമായിരുന്നു. പക്ഷേ കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിൽ ഈ പുതിയ ഭരണകൂടം മാറി ചിന്തിക്കുന്നതിൻ്റെ ഏർലി സൂചനകൾ, പ്രത്യേകിച്ച് കഴിഞ്ഞ 2 ദിവസമായി ആ സൂചനകൾ വരുന്നു. തെഹ്രീർ
ഹയത് തഹ്രീർ അൽ ഷാം എന്ന സംഘടന HTS അതിൻ്റെ മേധാവി അബു മുഹമ്മദ് പറയുന്ന കാര്യങ്ങൾ, അൽ ജുലാനി പറയുന്ന കാര്യങ്ങളൊന്നും സൂചനയായിട്ട് എടുക്കാമെങ്കിൽ ഇസ്രയേലിനോട് പറഞ്ഞിരിക്കുകയാണ്, കടക്കവും പുറത്തെന്ന് പറഞ്ഞിരിക്കുകയാണ്, സിറിയയുടെ മണ്ണിൽ നിന്ന് നിങ്ങൾ പിന്മാറണം. ഇപ്പം ശാന്തമായി പറയുന്നു, സൂചന കണ്ട് വലിച്ചില്ലെങ്കിൽ കളി തീക്കളി കട്ടായം എന്ന് പറഞ്ഞു വെക്കുകയാണ്. ഈ പറയുന്നതിൻ്റെ പിൻബലമെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അപ്രതീക്ഷിതമായ ഒരു ടേണാണ്. റഷ്യൻ ആർമി അവിടെ തുടരുകയാണ്. 60,000-ഓളം ട്രൂപ്സ് ഉണ്ട്, റഷ്യൻ ട്രൂപ്സ് ഉണ്ട് അവിടെ. തുടരുമ്പോൾ റഷ്യയുമായി സമാന്തരമായി പുതിയ ഭരണകൂടം, അസദിനെ താങ്ങി നിർത്തിയ ഭരണകൂടം, താങ്ങി നിർത്തിയ റഷ്യൻ സേന ഇപ്പോഴുമുണ്ട്. ആ സേനയുമായി സമരസപ്പെട്ടു പോകുക വഴി ഇസ്രയേലി ആധിപത്യത്തെ നള്ളിഫൈ ചെയ്യാനുള്ള ഒരു പക്ഷേ അൽ ജുലാനിയുടെ പദ്ധതി, അത് ഇസ്രായേൽ സംശയത്തോടു കൂടി തന്നെയാണ് നോക്കുന്നത്. അതുകൊണ്ട് എല്ലാം ശാന്തം, എല്ലാം പിടിച്ചടക്കി എന്ന് ഇസ്രായേലിനും ആഹ്ലാദിക്കാനായിട്ടില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.